നമസ്കാരം. CPM-ലെ കത്ത് ചോർച്ച വിവാദത്തിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ പ്രതികരിച്ച് മുതിർന്ന CPM നേതാവ് തോമസ് ഐസക്. UK-ലെ വ്യവസായി രാജേഷ് കൃഷ്ണയുമായി ചേർത്ത് വെച്ച് തനിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ വ്യവസായി ഷർഷാദ് പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കുമെന്ന് ഐസക് പറഞ്ഞു. പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കും. ഇതങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ഐസക് മാധ്യമങ്ങളോട് പറഞ്ഞു. സിവിൽ ക്രിമിനൽ കോടതി നടപടികൾ ഷർഷാദിനെതിരെ സ്വീകരിക്കും. ആരോപണം ഉന്നയിക്കുന്നയാളുടെ പശ്ചാത്തലം കൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഈ മാന്യനെക്കുറിച്ച് 3 കോടതി വിധികളുണ്ട്. അതിലെന്താണ് പറയുന്നതെന്ന് മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി കാണണം. വിവാദ കത്ത് ചോർന്നു കിട്ടിയെന്ന് പറഞ്ഞു നടക്കുന്നു. ഈ ആരോപണം ഉന്നയിച്ച ആൾ തന്നെ മാസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിലിട്ട കാര്യമാണിത്. അത് പിന്നെ എങ്ങനെയാണ് ചോരുക? പൊതുമധ്യത്തിലേക്ക് ആരോപണം ഉന്നയിച്ച ആൾ തന്നെ അത് ഫേസ്ബുക്കിലിട്ട് അങ്ങനെ ലഭ്യമായ സാധനം ഇത്രയും മാസം കഴിഞ്ഞിട്ട് ഇന്നെടുത്ത് വിവാദമാക്കി. അക്കാര്യത്തിൽ തന്റെ അഭിപ്രായമൊക്കെ ചോദിച്ചു വരണമെങ്കിൽ ഒരു വലിയ ചിന്ത അതിന്റെ പിറകിലുണ്ടെന്നും ഐസക് പറഞ്ഞു. ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കും. വെറുതെ വിടുന്ന പ്രശ്നമില്ല. രാജേഷ് കൃഷ്ണയെ അറിയുമോ എന്ന ചോദ്യത്തിന് അതേ എന്ന് ഐസക് മറുപടി നൽകി. വീട് ജപ്തി ചെയ്യാനായതും പറഞ്ഞ് ആര് വന്നാലും സഹായിക്കാറാണ് പതിവ്. ആര് സഹായം അഭ്യർത്ഥിച്ചു വന്നാലും സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. UK വ്യവസായിയും CPM അംഗവുമായ രാജേഷ് കൃഷ്ണയ്ക്കെതിരായി ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് PBക്ക് നൽകിയ കത്ത് പുറത്തു വന്നത് CPM-നെ പ്രതിരോധത്തിലാക്കിയിരുന്നു. കത്തിൽ പരാമർശിക്കുന്ന MP രാജേഷ്, തോമസ് ഐസക്, P ശ്രീരാമകൃഷ്ണൻ എന്നിവരുടെ ബിനാമിയാണ് രാജേഷ് കൃഷ്ണയെന്നും ആരോപിച്ചിരുന്നു. 2021 PBക്ക് ഷർഷാദ് നൽകിയ പരാതി കത്ത് ചോർന്നത് കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രീയ വിവാദമായത്. ആരോപണ വിധേയനും പരാതിക്കാരനും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരും മുൻ പ്രവർത്തകരുമാണ്. അടുത്തിടെ മധുരയിൽ നടന്ന CPM പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായി എത്തുകയും പങ്കെടുപ്പിക്കാത്തതിനാൽ തിരിച്ചു പോകേണ്ടി വന്നയാളാണ് രാജേഷ് കൃഷ്ണ. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ രാജേഷ് കൊടുത്ത മാനനഷ്ട കേസിൽ രേഖയായി കത്ത് ഉൾപ്പെടുത്തിയതാണ് പാർട്ടിക്ക് നാണക്കേടായത്. മാധ്യമങ്ങൾക്ക് അയച്ച നോട്ടീസിൽ ഡൽഹി ഹൈക്കോടതി കത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തതോടെ നിഷേധിക്കാൻ കഴിയാതെ വന്നു. കത്ത് ചോർന്നതിനെതിരെ CPM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് കഴിഞ്ഞ ദിവസം ഷർഷാദ് പരാതി നൽകി. രാജേഷ് കൃഷ്ണ മധുരയിൽ പ്രതിനിധിയായി എത്തുമെന്ന് അറിഞ്ഞ മുഹമ്മദ് ഷർഷാദ് വഴി വിഷയം തമിഴ്നാട്ടിലെ നേതാക്കൾ വഴി PB അംഗമായ അശോക് ദാവ്ലിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതോടെയാണ് ഇയാളെ തിരിച്ചയച്ചത്. വിദേശത്തെ ചില കടലാസ് സ്ഥാപനങ്ങളുമായി ചേർന്ന് സർക്കാർ പദ്ധതികളിൽ നിന്ന് പണം തട്ടുകയും ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി വഴി ഈ പണം നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാണ് ആക്ഷേപം. അതേസമയം പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കോടതി രേഖ ആയതിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകന് പങ്കുണ്ടെന്നാണ് ആരോപണം. കത്ത് ചോർന്നതിനെതിരെ MA ബേബിക്ക് മുഹമ്മദ് ഷർഷാദ് പരാതി നൽകിയിരുന്നു. ഈ രേഖ പുറത്തു വന്നതിന് പിന്നിൽ ഗോവിന്ദന്റെ മകൻ ശ്യാമിന് ബന്ധമുണ്ടെന്ന ആരോപണമാണ് ചെന്നൈ വ്യവസായി ഉന്നയിക്കുന്നത്. പാർട്ടിക്ക് നൽകിയ കത്ത് എങ്ങനെ മാനനഷ്ട കേസിൽ തെളിവായി എന്ന ചോദ്യമാണ് CPM നേതാക്കളിൽ ഉയരുന്നത്. CPM-ന്റെ മുൻ മന്ത്രിക്കെതിരെയും നിലവിലെ മന്ത്രിമാർക്കെതിരെയും പോളിറ്റ് ബ്യൂറോയ്ക്ക് ഷർഷാദ് നൽകിയ പരാതിയിൽ ആരോപണങ്ങളുണ്ട്. രാജേഷ് കൃഷ്ണ ഇവർക്കെല്ലാം പലതരത്തിൽ പണം നൽകിയിട്ടുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ വിവാദത്തിന് പിന്നാലെ EP ജയരാജൻ പരാതിക്കാരനെ ഷർഷാദിനെ വിളിച്ചെന്നാണ് പുറത്തു വന്ന വിവരം. നേരത്തെ ജോത്സ്യൻ വിവാദം സംസ്ഥാന സമിതിയിൽ ഉയർത്തിയതും MV ഗോവിന്ദനെതിരെയുള്ള പടയൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് വിവരം. എന്നാൽ ഇപ്പോഴുയരുന്ന വിവാദത്തിന് പിന്നിൽ ചില തലങ്ങളുണ്ട്. രാജേഷ് കൃഷ്ണയുമായിട്ടുള്ള വിവാദങ്ങളിലെ വസ്തുതകളാണ് CPM-നെ ഭയപ്പെടുത്തുന്നത്. കണ്ണൂർ CPM-ലെ ചേരിതിരിവ് അതിരൂക്ഷമാക്കുന്നതാണ് പുതിയ സംഭവം. PBക്ക് നൽകിയ പരാതി പാർട്ടിയിലെ രഹസ്യരേഖയായി മാറേണ്ടതാണ്. പരാതിക്കാരനും PBക്ക് മാത്രം അറിയുന്ന പരാതി എങ്ങനെ ആരോപിതൻ കേസ് രേഖകൾക്കൊപ്പം കോടതിയിൽ നൽകിയെന്നത് CPM-നെയും പിടിച്ചുലച്ചിട്ടുണ്ട്.